9ാം ക്ലാസ്സുകാരി ഗർഭിണിയായി സഹപാഠിക്കെതിരെ കേസ്. പെൺകുട്ടി നിരവധി തവണ പീഡിപ്പിക്കപ്പെട്ടു. അപ്പൊ ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് ഇന്നലെയാണ് ഞാൻ ഈ ഒരു കേസ് കാണുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് ആദ്യം എന്റെ മൈൻഡിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ എവിടെയാണ് ജെൻഡർ ഇക്വാലിറ്റി. ഇപ്പൊ നമ്മൾ ഈ ഒരു കേസ് നോക്കണമെങ്കിൽ ഇതിനകത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ, 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അതേപോലെ തന്നെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയും. അപ്പൊ ഇവർ രണ്ടുപേരും ഇപ്പൊ നമ്മുടെ നിലവിൽ വന്നേക്കണ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അത് നമ്മൾ നോക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ഒരു ഫിസിക്കൽ റിലേഷനകത്ത് ഏർപ്പെട്ടു. അപ്പൊ ഇവർ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു. എന്നിട്ട് ഇവർ പിന്നീട് ഫിസിക്കൽ റിലേഷനകത്ത് ഏർപ്പെട്ട് അവസാനം ഈ പെൺകുട്ടി ഗർഭിണിയായി. അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് പോലീസ് ഈ ആൺകുട്ടിക്കെതിരെ കേസെടുത്ത്. അപ്പൊ നമ്മളിപ്പോ ഇതിനകത്തേക്ക് നോക്കണമെങ്കിൽ ഈ ഒരു വിഷയത്തിനകത്ത് രണ്ടുപേരും ഈക്വലി കുറ്റക്കാരാണ്. കാര്യം ഈ പെൺകുട്ടിയുടെ സമ്മതം ഇല്ലാണ്ടല്ല ഈ ഒരു പരിപാടി നടന്നേക്കണത്. അവർ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടി നടന്നേക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ ആൺകുട്ടിക്കെതിരെ മാത്രം ഈ കേസ് എടുക്കുന്നത്? എന്തുകൊണ്ട് ആ പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കുന്നില്ല? കേസ് എടുക്കണമെങ്കിൽ രണ്ടുപേർക്കെതിരെയും കേസ് എടുക്കണം. 18 വയസ്സിൽ താഴെയുള്ളവരാണ് ഇവർ രണ്ടുപേരും. അപ്പൊ രണ്ടുപേരും കുറ്റക്കാരാണെന്നാണ് എനിക്കിനകത്ത് പറയാനുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഒരാൾക്കെതിരെ മാത്രം കേസ് എടുക്കുന്നത്? ഇവിടെയൊക്കെയാണ് ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം കോമഡി ആയിട്ട് പലപ്പോഴും തോന്നുന്നത്. എല്ലാവരും പറയാറുണ്ട് എല്ലാവരും ജെൻഡർ ഈക്വൽ ആയിരിക്കണം, എപ്പോഴും ആർക്കും അങ്ങനെ ഒരു മുൻഗണനയോ അങ്ങനത്തെ പരിപാടിയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ എല്ലാവരും പറയുകയും ചെയ്യും. എന്നിട്ട് ഇതേപോലത്തെ കേസൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പറയണവർ തന്നെ ഇൻഇക്വാലിറ്റിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അത് എന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാവുള്ള. അപ്പൊ നമുക്ക് ഇതിന്റെ കേസിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ വാർത്തയിനകത്ത് വന്നേക്കണം നോക്കാം. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ഒരു സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 14-കാരിയാണ് ഗർഭവതിയായത്. ഇവർക്ക് കഴിഞ്ഞ ദിവസം വയറ്റിൽ അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബന്ധുക്കൾ തിരുവല്ലയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയുടെ ഗർഭം സ്ഥിരീകരിക്കുന്നത്. ആശുപത്രി അധികൃതർ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി പെൺകുട്ടിയുടെ വിശദ മൊഴി രേഖപ്പെടുത്തുകയും സഹപാഠിയായ 14-കാരനെ പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത്. 14-കാരനെതിരെ ബലാത്സംഗത്തിന് പുറമെ പോക്സോ നിയമത്തിലെ 3, 4, 5, 6 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇരുവരും ഒരേ ക്ലാസ്സിൽ ദീർഘകാലമായി പഠിക്കുന്നവരും ഏറെക്കാലമായി അടുപ്പത്തിൽ ഉള്ളവരുമാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എൻ്റെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കണേ. ഇപ്പൊ ഈ ഒരു രണ്ടുപേരും അവരവരുടെ ഇഷ്ടത്തിലാർന്നിട്ട് പിന്നെ അവർ സമ്മതത്തോടെ ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെയാണ് അത് ബലാത്സംഗമാവുന്നത്? ചിലപ്പോൾ 18 വയസ്സിൽ താഴെയുള്ളതുകൊണ്ട് ഇതേപോലുള്ള എല്ലാം, അതായത് സെക്ഷൽ ആക്ടിവിറ്റികളെല്ലാം ബലാത്സംഗത്തിന്റെ കീഴിൽ വരുമെങ്കിൽ ഓക്കെ, ആ ഒരു പറയുന്നതിൽ കാര്യമുണ്ടെന്ന് പറയാം. പക്ഷെ ഇത് എങ്ങനെയാണ് ഈ ഒരു ആൺകുട്ടിക്കെതിരെ മാത്രം കേസ് വന്നതെന്ന് ഇപ്പോഴും എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. വിദ്യാർത്ഥിയെ പോലീസ് സുരക്ഷാ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പെൺകുട്ടി ഏറെക്കാലം ലൈംഗികമായ പീഡനത്തിന് ഇരയായി വരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പിടിയിലായിട്ടുള്ള 14-കാരനെ ദുർഗുല പരിഹാര പാഠശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു കേസിന്റെ തന്നെ ഇതിപ്പോ ഇങ്ങനെയാണെങ്കിലോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണമെങ്കിൽ ഇപ്പൊ ആൺകുട്ടിക്കെതിരെയാണ് ഇവർ കേസ് എടുത്തേക്കണം. അപ്പൊ ചിലപ്പോൾ ഈ സംഭവം നടന്നേക്കുന്നത് ഇങ്ങനെയാണെങ്കിലോ, പെൺകുട്ടിയുടെ നിർബന്ധം മൂലമാണെങ്കിലും ഈ ആൺകുട്ടി ഈ ഒരു കാര്യം ചെയ്തത്, അങ്ങനെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ അപ്പൊ ഈ ആൺകുട്ടിക്കെതിരെ എങ്ങനെ കേസ് എടുക്കാൻ പറ്റും? ഞാൻ പറയണതെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കുറ്റക്കാരാണ്. അപ്പൊ രണ്ടുപേർക്കെതിരെയും കേസ് എടുക്കണം. അല്ല, അപ്പോൾ ഈ സ്കൂൾ അധികൃതരോടോ മറ്റോ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവർ ഈ സ്കൂളിൽ പെരുമാറ്റം എങ്ങനെയായിരുന്നു? എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരാണോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ പറ്റിയിട്ടുണ്ടോ? സഹപാഠികൾക്കോ അധ്യാപകർക്കോ ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. പെൺകുട്ടിക്ക് അസ്വാഭാവികമായി വയറ്റിൽ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആദ്യം പ്രാഥമിക ചികിത്സകൾക്ക് ആ പ്രദേശത്തെ ആശുപത്രിയിലാണ് സമീപിച്ചത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അവിടെ നിന്നും റഫർ ചെയ്യുകയാണ് ഉണ്ടായത്. പെൺകുട്ടിയെ ഇന്നലെയാണ് തിരുവല്ലയിലെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കപ്പെട്ടത്. തുടർന്ന് അവിടെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭവതിയാണെന്ന വിവരം അറിയുന്നത്. ഇത് രക്ഷിതാക്കൾക്ക് ഒക്കെ തന്നെ വലിയ ഞെട്ടലിന് ഇടയാക്കിയ ഒരു സ്ഥിതി സൃഷ്ടിക്കുകയും ചെയ്തു. തുടർന്ന് ആശുപത്രി അധികൃതരാണ് പെൺകുട്ടിയുടെ പ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉടൻ തന്നെ പോലീസിൽ വിവരം കൈമാറുകയാണ് ഉണ്ടായത്. പോലീസ് തിരുവല്ലയിലെ ആശുപത്രിയിൽ എത്തിയാണ് പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് കഴിഞ്ഞ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. പെൺകുട്ടിയുടെ കേസ് നോക്കുമ്പോഴത്തേക്കും അവള് പഠിക്കുന്ന കുട്ടിയാണ്, അവളപ്പോ ഒരു പാവം കുട്ടിയാണ്, അവള് പ്രായപൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിൻ്റെതായ ഇതൊക്കെ അവൾക്ക് കൊടുക്കണം എന്നൊക്കെ ഉള്ള രീതിക്ക് എല്ലാവരും പറയും. എന്നാൽ ആൺകുട്ടിയുടെ കേസ് നോക്കുമ്പോഴത്തേക്കും അവൻ 14 വയസ്സിനകത്ത് അവൻ കാണിച്ചു വെച്ചേക്കുന്ന കണ്ട 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് അവന്റെ കയ്യിലിരിപ്പ് കണ്ട അവനെ തൂക്കിക്കൊല്ലണമെന്നൊക്കെ ഉള്ള രീതിക്കായിരിക്കും ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയണത്. അപ്പൊ അതാണ് ഇവിടത്തെ നമ്മൾ കാണുന്ന ജെൻഡർ ഇക്വാലിറ്റി. അപ്പൊ ഇതിനെ പറ്റി പിന്നെ ഈ ഒരു കേസ് നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പൊ ഒരു പറഞ്ഞല്ല, വീട്ടിൽ
വീട്ടുകാരൊക്കെ ഞെട്ടി, എല്ലാവരും കാണുന്ന എല്ലാവരും ഞെട്ടി എന്നൊക്കെ ഉള്ള രീതിക്ക് പറയുന്നുണ്ട് ഈ ഒരു കേസിനകത്ത്. അപ്പം നമ്മൾ ഈ ഞെട്ടലിൻ്റെയൊക്കെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സെക്സ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചെവി കുത്തിപ്പിടിക്കണം എന്നൊക്കെയാണ് ഇവിടുത്തെ പല വീട്ടുകാരും, ഇപ്പോഴും പല വീട്ടുകാരും പലരുടെയും ചിന്ത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. പബ്ലിക്കായിട്ട് പറയാൻ പാടില്ലാത്ത കാര്യമാണ് സെക്സ് എഡ്യൂക്കേഷൻ, അതേപോലുള്ള കാര്യങ്ങളൊന്നും പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴും നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാര്യം ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം അറിയാം. പക്ഷെ അറിയണത് തന്നെ ഈ പലതരത്തിലുള്ള ഈ പോൺ വീഡിയോസിൽ നിന്നും അതേപോലെയുള്ള സൈറ്റുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് ഇവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടണം. അല്ലാണ്ട് ഒരു വാലിഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഈ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹ്യൂമൻലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് അതിനുള്ള ഒരു സംവിധാനം പോലും ഇപ്പം നമ്മുടെ ഇവിടെ ഇല്ല. അതായത് ഇത്രയും നമ്മുടെ 2024 അതിനുള്ള ഒരു സംവിധാനം പോലും ഇവിടെ ഇല്ല. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ പോകണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ പലരും പല ഇതൊക്കെ എടുത്തിറങ്ങും, പിള്ളേരെ വഴിയെത്തിക്കാൻ വേണ്ടി ഇറങ്ങുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണങ്ങൾ ഇറങ്ങും. അപ്പം ഇതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇത്തിരി ബോധമോ ഇല്ലാത്തതുകൊണ്ടാണ്, പിള്ളേർക്ക് ഇതിനെപ്പറ്റി അറിവും ഇല്ലാത്തതുകൊണ്ടാണ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പം അതേപോലുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സെക്സ് എഡ്യൂക്കേഷനൊക്കെ നിർബന്ധമാക്കണമെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ അതൊന്ന് എടുക്കാനായിട്ടുള്ള ബോധം പോലും ഇവിടുത്തെ മുതിർന്നവർക്ക് പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത്? അപ്പോൾ ഈ ഒരു വിഷയം എനിക്ക് ഇത്ര തന്നെ ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളൂ. ഈ ഇപ്പം എല്ലാവരും ഇങ്ങനെ ഞെട്ടല് ഇതെന്നൊക്കെ പറയാണ്ട് നിങ്ങൾ ആദ്യം തന്നെ കുട്ടികൾക്ക് മര്യാദക്കുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. സെക്സിനെ പറ്റിയും, എന്താണ് സെക്സ്, അതേപോലെ എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച്, അതേപോലെ എത്ര വയസ്സിലാണ് നിങ്ങൾ ഈ ഒരു സെക്സ്വൽ ഇന്റർകോഴ്സിനകത്തൊക്കെ ഏർപ്പെടേണ്ടത്, അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനം ഇവിടെ ഉണ്ടാക്കുക. വീട്ടുകാർ തന്നെ അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇപ്പം വീട്ടുകാർ തന്നെ ഇതെന്താണ്ടും ഭയങ്കര ഒരു സംഭവമായിട്ട് പിള്ളേരൊന്നും അറിയാൻ പാടില്ലാത്ത സംഭവമാണ്, നമ്മൾ ആരും പറഞ്ഞു കൊടുക്കൂല, അവരൊക്കെ വഴിയെ തന്നെ അറിഞ്ഞോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും. പിന്നെ ക്ലാസ്സിനകത്തൊക്കെ ഇപ്പോൾ ഒരു സെക്സിന്റെ ചാപ്റ്ററൊക്കെ വരുന്നതാണെങ്കിൽ അപ്പോഴത്തേക്ക് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ അതൊക്കെ സിമ്പിൾ അല്ലേ, പിന്നെ ഭയങ്കര സിമ്പിളാണ് എന്നൊക്കെയുള്ള ഇതേപോലെ സിമ്പിളാണെന്നൊക്കെ വിചാരിച്ചാണ് ഇപ്പോൾ ഇതേപോലത്തെ ഓരോ കേസുകളും നിരന്തരമായിട്ട് നമുക്ക് കണ്ടിരിക്കണം. ഇപ്പം ഇതേപോലുള്ള കേസുകൾ മാത്രമല്ല, ഇഷ്ടംപോലെ പോക്സോ കേസുകളും ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഇപ്പം ഈ സെക്സ് എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് സഹായിക്കും എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പം എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.